അത് ഞാൻ ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞ് പെട്ടെന്ന് കാറെടുത്ത് വലിയ രീതിയിൽ അങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം നമുക്ക് പറഞ്ഞു തരാൻ ആൾക്കാർ കുറേ ഉണ്ടായി. ഇപ്പം ഇതിനു മുമ്പ് പഠിച്ച ആൾക്കാരും അങ്ങനെ തന്നെ. അപ്പോൾ അവരെയൊക്കെ ഇത് കണ്ട് നമ്മൾ നിന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് ചടിക്കരെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ പാപ്പരാവും. അപ്പോൾ ഈ വലിയ പ്രതീക്ഷ ഒരിക്കലും ഞാൻ എത്രത്തോളം ജോലി ചെയ്താലും കിട്ടാത്ത എമൗണ്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്വപ്നം കാണാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. അപ്പോൾ അത് ഞാൻ ഇനിയും വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ അടുത്ത ലോട്ടറി അടിക്കുന്ന ആൾക്കോ അതൊരു ഇതായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത് അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരും, സാർ എന്തായാലും ചോദിച്ചു വരും. വരുമ്പം ഞാൻ പറയണ്ടേ, ഞാൻ പൈസ വെച്ച് ഇങ്ങനെ ചെയ്ത് എനിക്കത് ഇരട്ടിക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതിന് എല്ലാവർക്കും അതൊരു സന്തോഷമാവും, ഗവൺമെൻറ്റിന് ഒരു സന്തോഷമാവും അവരെ ഇതിൽ രക്ഷപ്പെട്ട് ഞാൻ എന്ന് കാണുമ്പോൾ. കാരണം ഇപ്പോൾ ലോട്ടറിയെ പറ്റി കുറേ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, ചൂതുകളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ലോട്ടറി അടിക്കുമ്പോൾ ഞാൻ മാത്രമല്ല രക്ഷപ്പെടുന്നത്, എൻ്റെ കൂടെ എൻ്റെ ബന്ധുക്കളും കുറേ പേര് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ലോട്ടറി നമുക്ക് വലിയ ഉപകാരമാണ് ആ ഒരു എമൗണ്ട് അങ്ങനെ കിട്ടുന്നത്. പിന്നെ പെട്ടെന്നൊരു ഇത്രയും എമൗണ്ട് കിട്ടുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ അതൊരു ആഡംബരമായി പോകുമെന്ന് തോന്നും. എല്ലാം ചെയ്യും. പിന്നെ ഞാൻ ഓട്ടോ ഓടും, ഞാൻ ഓട്ടോ ഓടാൻ പോകും, ഞാൻ എല്ലാ ടാക്സി ഓടാൻ എല്ലാത്തിനും ഞാൻ ഇറങ്ങും. അങ്ങനെയൊന്നുമില്ല. ഈ ലോട്ടറി അടിച്ച ടിക്കറ്റുമായി ലോട്ടറി കടയിലോട്ട് പോകുമ്പോൾ സുഹൃത്തുക്കളൊപ്പം ഹോട്ടലിൽ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞ സമയത്തിന് ഫ്രണ്ട്സ് എല്ലാം ഓടി എത്തിയായിരുന്നു. ബന്ധുക്കളും ഫ്രണ്ട്സുകളെല്ലാം കെട്ടിപ്പിടി ബഹളങ്ങളും എല്ലാവർക്കും സന്തോഷമാണ്. ആരും ഇതുവരെയൊന്നും ചോദിച്ചിട്ടില്ല. പുറമേ ഉള്ള ആൾക്കാർ മാത്രമേ എല്ലാം ചോദിക്കുന്നുള്ളൂ. പ്രണയവിവാഹമാണെന്ന് പറഞ്ഞു വലിയ ബുദ്ധിമുട്ട് അനുഭവ നേരിടുന്നു. ആ സമയത്ത് കല്യാണം, കൊച്ചായി, ഇപ്പോൾ വീണ്ടും ഗർഭിണിയാണ്. ഇപ്പോൾ വലിയൊരു സന്തോഷം വന്നപ്പോൾ മായയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? ജീവിതം ഇനി മെച്ചപ്പെടുന്നോ? അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ? മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ആഡംബരമായിട്ട് ജീവിക്കാനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കടമൊക്കെ ഒതുക്കി ഒരു വീട് വെച്ച് നമ്മൾ എൻ്റെ ഒരു പേരിൽ ഒരു വീട് വെച്ച് താമസിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. പ്രണയത്തിന് അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണ്. നമുക്ക് സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ പിന്നെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. സ്കൂൾ വിട്ട് ഞാൻ പിന്നെ വേറെ സ്കൂളിലോട്ട് പോയി. അതിനുശേഷമൊക്കെ പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് എന്തോ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് ആദ്യമൊക്കെ ഭയങ്കര ജാടയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചോദിച്ച്. അപ്പോൾ അവർ സമ്മതിച്ചില്ലായിരുന്നു ആദ്യം. നമ്മൾ അടുത്ത വീട്ടുകാരാണ്. പിന്നെ കാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സമ്മതിച്ചില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ ഒന്നും നോക്കാൻ പറ്റില്ല, വിളിച്ചിറങ്ങി കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ മനസ്സിലായി, മോളെ നോക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അവർ എന്നെ ഒന്ന് മിണ്ടി. പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം വന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അടിപൊളിയായിട്ട് പോവുകയാണ്. അവർ അമ്മയ്ക്ക് എന്നെ അറിയാം, നമ്മളെല്ലാം നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ വന്നു, ഒരുപാട് പേര് അഭിനന്ദനമൊക്കെ അറിയിക്കുന്നുണ്ട്. അതിനിടയിൽ മായ പറഞ്ഞൊരു വാചകം എടുത്ത് സോഷ്യൽ മീഡിയ വലുതായിട്ട് വിമർശിക്കുന്നു. അങ്ങനെയുള്ള ട്രോള് കണ്ടപ്പോൾ മായയ്ക്ക് എന്താ തോന്നിയത്? ട്രോള് നമ്മളാദ്യം 1-2 ദിവസമൊന്നും ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെയാണ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. ട്രോളുകളൊക്കെ വന്ന് ഇതുപോലെ ലോട്ടറി 15 കോടിയുടെ കാര്യമൊക്കെ. സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല. ആ ചേട്ടൻ വന്ന ക്യാമറയിലുള്ള ചേട്ടനാണ് ചോദിച്ചത് എൻ്റെ അടുത്ത്, 20-25 കോടി കിട്ടുമല്ലോ എന്നിങ്ങനെ കളിക്ക് ചോദിച്ചു. അപ്പം ഞാൻ കളിയായിട്ട് പറഞ്ഞാണ്,